അത് പഠിക്കണം. ഇല്ല ചേച്ചി, കഴിച്ചില്ല. മോൻസ, നിന്റെ അമ്മ ഉണ്ടോ വീട്ടിൽ? അവരോട് പോയി ചോദിക്ക്. നീ ഈ നീ ഈ ചോദ്യം. ചേച്ചി മുത്തേന്ന് വിളിക്കണ ഡയാന കുട്ട, എന്താന്ന് കേൾക്കണ, എന്തു പറ്റിയെന്ന് കേൾക്കണ നമ്മുടെ ഡയാന. ഡയാന പപ്സ് ആലോചിക്കണ. ചേച്ചി നെറ്റ് പ്രോബ്ലം ആണോ എന്ന് കേൾക്കണ, കോൾ വന്നോ എന്ന് കേൾക്കണം. ഇല്ല, ഇതെന്താന്ന് ചോദിക്കണ, ആലോചിക്കണം. നീ ഇത് മുത്തേന്ന് വിളിക്കണം. രഞ്ജി മുത്തേന്ന് വിളിക്കണം. N4 ഹായ് കാർത്തിക എന്ന് പറയണം. രഞ്ജിത ശരിയായി എന്ന് പറയണം. കാർത്തിക N4 ഹായ് പറയണം. ആരുമില്ല അവിടെ എന്ന് പറയണം. ഞാൻ ഡയാനക്കുട്ട. അത് എന്താണെന്നറിയാമോ, പറഞ്ഞു തരാം കേട്ടാ. നമ്മൾ ലൈവ് ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് മറ്റേ ഗാലറിയിൽ ചെയ്തിടണക്കുള്ളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഡോളറിൻ്റെ അത് ഓൺ ആക്കണതിന് നമ്മൾ എനിക്ക് പറയും ഗാലറിയിൽ പോവുക, ഡൺ അടിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡോളർ ഓൺ ആക്കണ കാര്യം പറഞ്ഞു. പക്ഷെ അതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റണില്ല. അതാണ് ഞാൻ നോക്കിയത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാൻ അത് പോയപ്പോൾ അതിനകത്ത് അത് വന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയതാണ് കേട്ടാ, അല്ലത് വേറെ ഒന്നുമല്ല. കേരള ചേട്ടാ ഹായ്. കേരള ചേട്ടാ സുഖാണോ? N4 സുഖമാണോ ചേട്ടാന്ന് കേൾക്കണ, ലൈക്ക് ചെയ്തെന്ന് പറയണം. സുഖമാണോ? സുഖാണ്. വൈഫിനും മക്കൾക്കൊക്കെ സുഖമാണ്. കേരള ചേട്ടാ. അസ്കർ ഫ്രീദ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖമാണോ? ഫുഡൊക്കെ കഴിച്ച? മഴയുണ്ടോ? കേരള ചേട്ടാ മഴയൊന്നും ഇവിടെ ഇല്ല. ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കണം. ചേച്ചി ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയണം. ചേട്ടാ എന്ന് എന്നെ വിളിക്കണ്ട, എനിക്ക് 39 വയസ്സുകൾ. എൻ്റെ 1 വയസ്സിൻ്റെ ഇളയതല്ലേ, ഞാൻ അറിയാതെ ചേട്ടാന്ന് വിളിച്ചെങ്കിൽ ക്ഷമിച്ചോട്ടാ. 1 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. രഞ്ജിമുത്ത് കഴിച്ച? ഹായ് മേഡം. അപ്പു എന്ന അർപ്പിത, ഹായ് അർപ്പിത. ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നാ അതോ ആശുപത്രിയിൽ തന്നെ? ഹായ് മേഡം. ഡോളർ പോസിറ്റീവ് പറഞ്ഞു തരും. അത് തന്നെ, പക്ഷെ അതെനിക്ക് പോസിറ്റീവ് വരുന്നില്ലല്ലേ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി രഞ്ജി. അപ്പോൾ കുഴപ്പമില്ല, വിളിച്ചോളൂ എന്ന് പറയണം. ഇഡ്ഡലി കഴിച്ചോട്ടാന്ന് പറയണം. നീ ഇത് മുത്തേ കഴിച്ചില്ല, നീ അത് കൊണ്ട് ചോദിക്കുന്നില്ല. അറിയില്ല ചേച്ചി, അതുകൊണ്ടാ പറഞ്ഞത്. അത് കുഴപ്പമില്ല കേട്ടാ. ഞാൻ കേരള എന്നല്ല അന്ന് വിളിക്കൂന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പെട്ടെന്ന് കേരള ചേട്ടാന്നാണ് വിളിച്ചത്. വിളിച്ചു പോയത് പിന്നെ മാറ്റണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. N4 സുഖമാണോ നീതുന്ന് കിണകും. അപ്പോൾ വീട്ടിൽ വന്ന ഇപ്പൊ പനിയൊക്കെ കുറഞ്ഞ അർപ്പിത? മരുന്നൊക്കെ കഴിച്ച? ഇപ്പൊ ആരുണ്ട് വീട്ടിൽ കൂടെ? അമ്മ ഉണ്ടാ? നീ ഇത് കഴിച്ചടാന്ന് പറയണ, സുഖമെന്ന് പറയണ, N4 എന്ന് പറയണം. കേരള നമ്മളെ അർപ്പിത എന്ന് പറയണം. കേരള പോയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ലൈവ് ഓണാക്കണ സമയത്തെ ലൈവ് ഓണാക്കി ഇട്ടതിന് ശേഷം ഒരു വീഡിയോയിൽ കേട്ടതാണ് ഞാൻ ചെയ്തത് ഇന്ന് കേട്ടാ. നമ്മൾ ലൈവ് മറ്റേ ഗാലറി ഇത് ചെയ്തിട്ട് മറ്റേ ടൈപ്പിംഗ് കൊടുക്കുമല്ലോ, അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി ഡോളറിൻ്റെ അത് ഓൺ ആക്കാൻ വേണ്ടി പറഞ്ഞു യൂട്യൂബ് സ്റ്റുഡിയോയിൽ. അത് എങ്ങനെയാണ് പോയി യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി അത് ഓൺ ആക്കണത്, അതൊന്ന് പറഞ്ഞു തരുമോ ഒന്നും കൂടെ? അപ്പു അമ്മയുണ്ട്, അച്ഛനും അമ്മാമ്മയും ഉണ്ട്. അച്ഛനും അമ്മാമ്മയും ഉണ്ട്. MSG ഗെയിമർ സൺ എന്തോ ഭാസ്കരൻ കരയണം. എന്തിനു ഭാസ്കര കരയണത്? നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി, കൂടെ സാമ്പാർ, ചമ്മന്തി, പിന്നെ ഒരു വടയും. ആഹാ അന്തസ്. എൻ്റെ അനിയൻകുട്ടയും ഇന്ന് കഴിച്ചെന്തിനെന്ന് അറിയാമോ ഡയാന കുട്ടി? നിനക്ക് ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കഴിച്ചത്. അൻഫാർ ഹായ് പറഞ്ഞു. ഹിന്ദു ആണോ? ഹിന്ദു ആണോന്ന്? ഇല്ല ക്രിസ്ത്യൻ. വട, നഹ, സാമ്പാർ, ചമ്മന്തി. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട്, അച്ഛമ്മ അല്ല ആൻറ്റി എന്ന് പറയണം. അപ്പം എനിക്ക് മലയാളത്തിൽ പറഞ്ഞ് തന്നല്ലേ എൻ്റെ മോളുകുട്ടി. കബീർ ആർ യു ഓക്കെ? ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല.